ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 47. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു മുഖാന്തരം 3 നിലകളിൽ ആ മഹത്വം വെളിപ്പെടുത്തുകയാണ് ദൂതൻ. ഒന്ന്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകുക. മറ്റൊന്ന്, ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവപ്രസാദം ലഭിക്കുക യേശുക്രിസ്തു മുഖാന്തരം. മൂന്നാമത്തേത്, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകുക എന്നതും കർത്താവിനാൽ സാധിപ്പിക്കുന്ന കാര്യമാണെന്ന് ദൂതൻ ഈ വാക്യങ്ങളിൽ കൂടി വെളിപ്പെടുത്തുന്നു. കൂടാതെ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ അതിൻ്റെ 2-ാം അധ്യായം 29 മുതൽ 32 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ശിമിയോൻ പുരോഹിതൻ്റെ സമർപ്പണ ഗീതം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വാക്യങ്ങളിലൂടെയും നാം കാണുന്നത് പോലെ ഇവിടെയും അക്കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 26-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ക്രിസ്തു എന്ന് ശിമിയോൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. കൂടാതെ പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ കർത്താവിനെ അകത്തു കൊണ്ട് ചെന്നപ്പോൾ ഈ ശിമോൻ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി പാടുന്നതും പറയുന്നതുമായ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. ശിമയോൻ്റെ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. നിൻ്റെ രക്ഷ, ശ്രദ്ധേയപ്പെടേണ്ട വാക്ക്. നിൻ്റെ രക്ഷ ജാതികൾക്ക് പ്രകാശമാണ്. നിൻ്റെ രക്ഷ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് ശിമോൻ പറയുന്നു. നിൻ്റെ രക്ഷ സകല ജാതികൾക്കുമുള്ളതാണ്. ജാതികൾ ദൂരെ നിന്ന് കാണുന്നവരായിട്ടല്ല, അവർ ഭാഗവാക്കുകളാണെന്നും സുവിശേഷം സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണെന്നും മനസ്സിലാക്കിയ ആദ്യ യഹൂദനായി ഈ ശിമയോൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. തീർന്നില്ല. 2-ാം അധ്യായം 36 മുതൽ 39 വരെ നോക്കൂ. 100-ലധികം വയസ്സ് പ്രായമുള്ള ഒരു പ്രവാചികയെ അവിടെ കാണുന്നുണ്ട്, ഹന്ന പ്രവാചകി. അക്കാലത്തെ രീതി അനുസരിച്ച് 15 വയസ്സിൽ വിവാഹിതയായ ഈ ഹന്ന 7 വർഷം ഭർത്താവിനോടുകൂടെയും 84 വർഷം വിധേയവുമായിരുന്നപ്പോൾ ഏകദേശം 106 വയസ്സ് പ്രായം കാണും. നോക്കൂ, പുതിയ നിയമത്തിൽ ഇത്രയും കാലം ജീവിച്ച മറ്റാരെയും കാണുന്നില്ല. കാരണമുണ്ട്. ഇവിടെ ഒരു പ്രവചന നിവൃത്തി കാണുവാനായി ഈ ഹന്നയും കാത്തിരിക്കുകയാണ് കർത്താവിനെ. അതെ, കഴിഞ്ഞ 400-ലേറെ വർഷമായി നിന്നുപോയിരുന്ന പ്രവചനം കർത്താവിൻ്റെ ജനനത്തോടെ ഈ ശിമോൻ പുരോഹിതനും ഹന്ന പ്രവാചികയും തുടർന്ന് യോഹന്നാൻ സ്നാപകനും പുനരാരംഭിക്കുന്നു. ഹന്ന പ്രവാചകി ദേവാലയം വിട്ടുപിരിയാത്തവളായിരുന്നു. അവൾ ഒടുവിൽ കർത്താവായ യേശുക്രിസ്തുവിനെ, അതേ രക്ഷിതാവിനെ കണ്ടെത്തി. അതുമാത്രമല്ല, അത് മറ്റുള്ളവരോട് സാക്ഷിക്കുന്നവളായി മാറി എന്നത് എത്ര അഭികാമ്യമാണെന്ന് നോക്കൂ. 5-മതായി, യേശു കർത്താവ് ഇപ്രകാരം വന്നത് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അവൻ വരുന്നതിന് മുമ്പ് പിതാവിന് മനുഷ്യരോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പോയ ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ മനുഷ്യർക്ക് ലഭിക്കുകയാണ് ചെയ്തത്. 6-മതായി, പുത്രൻ മനുഷ്യരെ രക്ഷിക്കുന്നതിനായി ചെയ്യുന്ന ആ രക്ഷണ്യ വേലയിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് അളവില്ലാത്ത സഹായം ചെയ്യുന്നതായും തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നാം കാണുന്നു. 7-മതായി, താഴ്മയും മരണവും കല്ലറയും പ്രാപിച്ച പുത്രൻ പുനരുത്ഥാനവും മഹത്വവും പ്രാപിച്ചു പിതാവിൻ്റെ അടുക്കിലേക്ക് കരേറി. പരിശുദ്ധാത്മാവ് ഇതിൽ സഹപ്രവർത്തകനായിരുന്നുവെന്ന് 1 പത്രോസ് 3:18 രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, നീതിമാനായി ദൈവത്തോട് നാമെ ചേർക്കേണ്ടതിന്, നീതികെട്ടവർക്ക് വേണ്ടി
പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് അർദ്ധഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.